ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാധികാമ്മയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ തുടങ്ങുന്നത്. രാധികാമ്മയാണെങ്കിൽ വരുൺ പറഞ്ഞ പ്ലാൻ പ്രകാരം കുറച്ച് പിൽസൊക്കെ കഴിച്ച്, ഉറങ്ങാനുള്ള പിൽസൊക്കെ കഴിച്ച് വായിലിങ്ങനെ പതയൊക്കെ ആക്കി കൊടുക്കുമായിരിക്കും കേട്ടോ നമ്മുടെ വരുൺ. അപ്പോൾ ഇങ്ങനെ ആക്കി കൊടുക്കുന്നത് നമ്മുടെ രേഖ കാണുമായിരിക്കും. എന്നിട്ട് രേഖയാണെങ്കിൽ ഇങ്ങനെ പറയാണ് കേട്ടോ, എല്ലാവരും പറ്റിക്കാനായിട്ട് സൂയിസൈഡ് അറ്റംപ്റ്റ് പ്ലാൻ ചെയ്യാണ് രണ്ടുപേരും കൂടി, ഞാൻ ഇപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ അകത്തേക്ക് കയറുകയാണ് കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ പതയൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും രാധികാമ്മ. അമ്മയ്ക്ക് ഇത് എന്ത് പറ്റി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വരുണിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മ എന്തോ ഗുളിക എന്തോ കഴിച്ചു എന്തോ തോന്നണത്, ഏട്ടന് വേഗം വിളിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ രേഖയാണെങ്കിലും പറയുന്നുണ്ട്, ഗോവിന്ദേട്ടൻ ഇന്നൊന്നും വരില്ല, നാളെ വരുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ വരുണാണെങ്കിൽ ഇങ്ങനെ ആലോചിക്കുകയാണ്, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഇവിടെ ഏട്ടനില്ലല്ലോ, ഇനിയിപ്പോൾ പ്ലാനൊക്കെ മൊത്തം പൊളിഞ്ഞല്ലോ എന്നിങ്ങനെ പറയാണ് കേട്ടോ. എന്നിട്ട് രേഖ പെട്ടെന്ന് പറയും, നാളെ ഗോവിന്ദേട്ടൻ വരും, അമ്മയുടെ മുഖത്ത് വേഗം വെള്ളം ഒഴുക്കി വരുന്നേട്ടാ എന്നിങ്ങനെ പറയായിരിക്കും കേട്ടോ. അപ്പോൾ അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന സോപ്പ് വെള്ളം എടുത്ത് വേഗം രാധികാമ്മയുടെ കണ്ണിലേക്ക് ഒഴുക്കിയായിരിക്കും കേട്ടോ. അപ്പോൾ അയ്യോ എൻ്റെ കണ്ണു പോയേന്ന് പറഞ്ഞ് നമ്മുടെ രാധികാമ്മ എഴുന്നേൽക്കായിരിക്കും ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ അവരുടെ പ്ലാന് പൊളിയായിരിക്കും ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ അവിടുന്ന് വേഗം വരണം, ഓടി രക്ഷപ്പെടും. നമ്മുടെ രാധികാമ്മയാണെങ്കിൽ കണ്ണൊക്കെ തുടച്ച് വന്ന് നമ്മുടെ രേഖയെടുത്ത് പറയും, എവിടെ എൻ്റെ മകൻ, ഞാൻ അവനെ നാളെ പിടിച്ചോളാന്ന് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞ് പിന്നെ കിടന്നു ഉറങ്ങുകയായിരിക്കും ചെയ്യുന്നത് കേട്ടോ. ശേഷം രേഖ വരുണിൻ്റെ അടുത്തേക്ക് ചെല്ലായിരിക്കും ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ വരുണിൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വരുണാണെങ്കിൽ ആ സമയം പറയുന്നത്, എനിക്ക് ഞാൻ ചെയ്ത തെറ്റുകൾക്കൊക്കെ ഇനി എല്ലാം തുറന്നു പറയണമെന്ന് ആഗ്രഹമുണ്ട്, ഗോവിന്ദേട്ടനത്തെ എല്ലാം പറയണം, ഇനി എനിക്ക് ഇവിടെ നിലനിൽപ്പുണ്ടാവില്ല, വിജയലക്ഷ്മി അമ്മയിലെ ഗോവിന്ദേട്ടൻ്റെ ശരിക്കിലത്തെ അമ്മ, ഇനിയിപ്പോൾ രാധികാമ്മയുടെ എല്ലാ കള്ളത്തരങ്ങളും അറിയുമ്പോൾ ഞാനും പുറത്താവും എന്നൊക്കെ പറയുമ്പോൾ രേഖ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇപ്പം തന്നെ പറയണ്ട, ഇവിടെ എന്തായാലും ഗോവിന്ദേട്ടൻ ഇല്ലല്ലോ. അപ്പോൾ വരുണാണെങ്കിൽ ഫോൺ എടുത്ത് ഇങ്ങനെ വിളിക്കാനായിട്ട് തുടങ്ങും കേട്ടോ. അപ്പം നമ്മുടെ രേഖയാണെങ്കിലും പറയും, വേണ്ട ഇപ്പോൾ വിളിക്കണ്ട, ഈ ഇത്രയും നേരമായില്ലേ, ഇനിയിപ്പോൾ നാളെ മതി എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ രേഖയ്ക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയായിരിക്കും നമ്മുടെ വരുൺ രേഖയെടുത്ത് സംസാരിക്കുന്നത് കേട്ടോ. എന്നിട്ട് പിന്നെ വരുൺ പറയും, ഇനിയിപ്പോൾ എന്തായാലും ഞാൻ തെറ്റൊക്കെ ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് പുറത്താവുന്ന ഉറപ്പാണ്, അപ്പം ഞാൻ പുറത്ത് പോയാൽ നീ കൂടെ എൻ്റെ കൂടെ വരുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ രേഖയാണെങ്കിലും കരഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, വരുണേട്ടന് ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്, ഞാനും ഇറങ്ങി വരും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്നേഹത്തിൽ അവരിങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുമായിരിക്കും ചെയ്യുന്നത് കേട്ടോ. രേഖയ്ക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമായിരിക്കും ചെയ്യുന്നത് വരുൺ മാറിയെന്ന് വിചാരിച്ചിട്ട്. ശേഷം കാണിക്കുന്നത് ഗീതും ഗോവിന്ദും രാവിലെ ആയിട്ട് വീട്ടിലേക്ക് വരുന്നതായിരിക്കും കേട്ടോ. അപ്പം നമ്മുടെ ഗോവിന്ദാണെങ്കിലും ഗീതുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ആ പാട്ടുകാരി അമ്മയുടെ കാര്യം ഇവിടെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും, ഞാൻ പിന്നെ പോകുമെന്ന് പറഞ്ഞ് പറയുകയാണ് കേട്ടോ. അങ്ങനെ അവർ നടന്നു വരുന്ന സമയത്തായിരിക്കും അവിടെ ഡ്രൈവർ ഉണ്ടാവുക. അപ്പോൾ ഡ്രൈവർ അയ്യപ്പൻ ഇങ്ങനെ സംസാരിച്ച് വരികയായിരിക്കും കേട്ടോ. കണ്ടോ, ഇപ്പോൾ ബെറ്റ് ഞാൻ ജയിച്ചില്ലേ, വിജയലക്ഷ്മി അമ്മേനെയും കൂട്ടിയിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് കണ്ടില്ലേ, ഇപ്പോൾ വന്നില്ലല്ലോ, എൻ്റെ 500 രൂപ എടുക്കുന്ന അയ്യപ്പൻ്റെ അടുത്ത് പറയുമായിരിക്കും കേട്ടോ. അപ്പോൾ ഗോവിന്ദന് ദേഷ്യം വന്നിട്ട് ഗീതുവിനെ നോക്കുമായിരിക്കും ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ വാ കണ്ടേട്ടാ പറഞ്ഞ് വിളിച്ച് വലിച്ചുകൊണ്ട് പോവുമായിരിക്കും. എന്നിട്ട് പിന്നെ അയ്യപ്പേട്ടനാണെങ്കിൽ ആ ഡ്രൈവർക്ക് ഇട്ട് നല്ല അടി കൊടുക്കുമായിരിക്കും കേട്ടോ. അപ്പോൾ ഗീതു പറയും, എൻ്റെയും കൂടി ചേർത്ത് കൊടുത്തേക്ക് അങ്ങ് അയ്യപ്പേട്ട എന്നിങ്ങനെ പറയാണ് കേട്ടോ. ശേഷം അകത്ത് ചെല്ലുമ്പോൾ നമ്മുടെ പ്രിയ ആണെങ്കിൽ ഇങ്ങനെ കുഞ്ഞിനെ ഇങ്ങനെ തലോട് ഒക്കെ ആയിരിക്കും കേട്ടോ, കൊഞ്ചിക്കൊക്കെ ആയിരിക്കും. ആ സമയം അവിടെ എത്തുമ്പോൾ ഗോവിന്ദാണെങ്കിലും പോയി ഇങ്ങനെ നോക്കുന്നുണ്ട് വാവേ. ആ സമയം നമ്മുടെ ഗീതും അതുപോലെ തന്നെ പ്രിയും ഇങ്ങനെ കണ്ണുകൊണ്ട് ഓരോ ആക്ഷൻ കാണിക്കുകയാണ് കേട്ടോ. തംസപ്പൊക്കെ കൊടുക്കുകയായിരിക്കും. അപ്പോൾ അത് ഗോവിന്ദ് കാണുമ്പോൾ ഇനിയിപ്പോൾ ആ കാര്യമാണോ പറഞ്ഞതെന്ന് വിചാരിച്ചിട്ട്, നിങ്ങൾ തമ്മിൽ എന്താണ് ഇങ്ങനെ രഹസ്യം പറയണത്, എനിക്കതെന്താണെന്ന് അറിയണം എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഗീതു ആണെങ്കിലും പറയുന്നുണ്ട്, നാത്തുമാർ തമ്മിൽ പല കാര്യങ്ങളും ഉണ്ടാവും, രഹസ്യങ്ങളും ഉണ്ടാവും, അതൊന്നും അറിയാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ഗോവിന്ദാണെങ്കിൽ വാശി പിടിക്കുകയായിരിക്കും ചെയ്യുക, എനിക്ക് അറിയണം. ഇങ്ങനെ വാശി പിടിക്കുമ്പോൾ നമ്മുടെ ഗീത് പറയും, എന്നാൽ പിന്നെ ആ ആക്ഷൻസൊക്കെ ഞാൻ കാണിച്ചു തരുമെന്ന് പറഞ്ഞ് മുഖം കൊണ്ട് ഓരോ കോപ്പറേറ്റത്തരങ്ങളും കാണിക്കുമായിരിക്കും കേട്ടോ, ഓരോ ആക്ഷൻസൊക്കെ. അത് കാണുമ്പോൾ എല്ലാവർക്കും ചിരിയായിരിക്കും വരുന്നത്. ആ സമയം അവിടെ കാഞ്ചന ഉണ്ടാവും കേട്ടോ. എന്നിട്ട് പിന്നെ പ്രിയ ചിരിച്ചുകൊണ്ട് പറയാണ്, നിങ്ങൾ തമ്മിലുള്ള പിണക്കം മാറിയോ എന്ന് ഞാൻ ചോദിച്ചതാ എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ ഗീതമാണെങ്കിലും പറയുന്നുണ്ട്, ഞാനൊരു തംസപ്പ് കൊടുത്തതാ എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കാഞ്ചന പറയും, തംസപ്പ് അല്ലല്ലോ, ആദ്യം വേറെന്താ ആക്ഷനാണല്ലോ കാണിച്ചതെന്ന് പറയുമ്പോൾ നമ്മുടെ ഗീതമാണെങ്കിൽ അവിടെ ചെന്നിട്ട് കാഞ്ചനേനെ പന്നിക്കിടുകയാണ് ചെയ്യുന്നത് കേട്ടോ. ശേഷം ഗീതും ഗോവിന്ദും ഇങ്ങനെ മുകളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. വാ കണ്ണേട്ടാന്നും പറഞ്ഞിങ്ങനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകായിരിക്കും. ആ സമയം രേഖ അതുപോലെ തന്നെ വരുൺ ഇങ്ങനെ വരുന്നുണ്ടായിരിക്കും. വരുണിനെ മുമ്പിലേക്ക് ആക്കിയിട്ട് വാ വരുണേട്ട പറ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരികയായിരിക്കും കേട്ടോ. അപ്പോൾ ഗോവിന്ദ് ചോദിക്കും, നിങ്ങൾ തമ്മിൽ എന്തോ പറഞ്ഞല്ലോ, എന്താണ് പറയാനുള്ളത് എന്ന് ചോദിക്കുക കേട്ടോ. കാരണം ഗോവിന്ദനാണെങ്കിൽ എല്ലാം ആ ഒരു കാര്യമാണോ പറയുന്നത്, അതായത് വിജയലക്ഷ്മി അമ്മയെ പറ്റിയുള്ള കാര്യമാണോ പറയുന്നത്, ഭയങ്കര ഒരു ഡൗട്ട് ഉണ്ടാവുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വരുണാണെങ്കിലും അതുപോലെ തന്നെ രേഖയാണെങ്കിലും പറയുന്നുണ്ട്, രാധികാമ്മയെ കുറിച്ചാണ് പറയാനുള്ളത് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ.
അപ്പോൾ ഗീതു ആണെങ്കിലും പറയുന്നുണ്ട് കേട്ടോ, രേഖേച്ചി ഇന്നലെ പറഞ്ഞായിരുന്നു രാധികാമ്മ ഉറങ്ങാനുള്ള പിൽസൊക്കെ കഴിച്ച് ആകെ പ്രശ്നമായി എന്നൊക്കെയുള്ള കാര്യമൊക്കെ പറയുമായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഗോവിന്ദന് ദേഷ്യം വരികയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഗോവിന്ദാണെങ്കിലും പറയുന്നുണ്ട്, രാധികാമ്മ ഒരു കാര്യം ചെയ്യും, എല്ലാ ദിവസവും കുറേ ഗുളിക അങ്ങോട്ട് കഴിക്കുക, ഉറക്കമില്ലാത്തവർക്കും കുറേ അങ്ങോട്ട് വാരി കൊടുക്കുക, എന്നാൽ ഇവിടെ എല്ലാവർക്കും സമാധാനം ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞ് അവിടുത്തെ ദേഷ്യം വന്ന് നമ്മുടെ ഗോവിന്ദ് പോവായിരിക്കും കേട്ടോ. അപ്പം നമ്മുടെ വരുണാണെങ്കിലും പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും പറയുന്നുണ്ടാവില്ല. ശേഷം റൂമിലേക്ക് പോവായിരിക്കും ചെയ്യുന്നത് കേട്ടോ. പുറകെ രേഖ ജില്ലയായിരിക്കും ചെയ്യുന്നത്. എന്നിട്ട് ചോദിക്കും, വരുണേട്ടൻ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത്, നമുക്ക് വാ ഗോവിന്ദേട്ടൻ്റെ റൂമിലേക്ക് പോവാം എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴായിരിക്കും നമ്മുടെ വരുണിൻ്റെ തനി സ്വഭാവം പുറത്ത് വരുന്നത്. നീ എന്ത് വിചാരിച്ചടി, ഞാൻ നന്നായി എന്നാണോ നീ വിചാരിച്ചത്? എന്നെ അമ്മയും നിനക്ക് ഇവിടെ നിന്ന് പുറത്താക്കാൻ ഭയങ്കര തിടുക്കായല്ലേ, നീ എന്ത് വിചാരിച്ചു? അമ്മയെ സ്വന്തം പെറ്റമ്മയെ ചതിക്കാൻ ഞാൻ ഗോവിന്ദേട്ടനാണെന്ന് നീ വിചാരിച്ചോ? ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ആര് പറഞ്ഞാലും ഞങ്ങളുടെ അടുപ്പം ഒരിക്കലും ഇല്ലാതാവില്ല, നീ അങ്ങനെയൊന്നും വിചാരിക്കണ്ട. എനിക്ക് രാധികാമ്മ കഴിഞ്ഞ മറ്റാരും ഉള്ളൂ. നീ എന്നെ കുറേ പറ്റിച്ചതാണല്ലോ, എന്തൊക്കെയായിരുന്നു മുല്ലപ്പൂ ചൂടലും പെർഫ്യൂം അടിക്കലും, നീ എന്ത് വിചാരിച്ചു എനിക്കിതൊന്നും മനസ്സിലാവില്ലെന്നോ? ഇന്നലത്തെ ഫുള്ള് നാടകമായിരുന്നു എന്നുള്ള കാര്യം വരുൺ പറയായിരിക്കും ചെയ്യുന്നത് കേട്ടോ. ആ സമയമായിരിക്കും നമ്മുടെ രേഖയ്ക്ക് സങ്കടമാവുന്നത്. കാരണം നന്നായി എന്ന് വിചാരിച്ച വരുണിൻ്റെ തനി സ്വഭാവം പിറ്റേ ദിവസമായപ്പോൾ ഇങ്ങനെ ആയിരുന്നു. അപ്പോൾ പ്രതീക്ഷകളൊക്കെ തെറ്റിയെന്ന് അറിയുമ്പോൾ നമ്മുടെ രേഖയ്ക്ക് സങ്കടമാവുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്ന രേഖയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ വിശേഷങ്ങളോട് അവസാനിക്കുന്നത്. കൂടുതൽ വിശേഷങ്ങൾ എത്രയും പെട്ടെന്ന് അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.